നമ്മുടെ ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കണം. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ അവസാന വാചകം എന്നുള്ളവർക്ക് പൊതുവെ പീസ് റേഡിയോ ശ്രോതാക്കളോടും അല്ലാത്തവരോടും പൊതുവായി ഈ വിഷയത്തിൻ്റെ കൺക്ലൂഷൻ എന്നുള്ളവർക്ക് എന്താണ് അവസാനമായി? അല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ലൈവ് ചർച്ച വെക്കുന്നത് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, സത്യം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു കുടുംബ ജീവിതത്തിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തെ തന്നെ ആകെ തകർത്ത് കളയുന്നതാണ്. അതെന്ത് ചെയ്യും, ചിലപ്പോൾ ഇത്തരം സംസാരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു വാക്ക് കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, പരിഹരിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ഈ തർക്കിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അവർ പറയായിക്കോട്ടെ, നമുക്കിതൊന്ന് അടുത്ത ലൈവിലൊന്ന് ചോദിച്ചു നോക്കാം, എന്താ അതിൻ്റെ മറുപടി എന്ന് അറിയാലോ. കാരണം അവർ രണ്ടുപേരും നമുക്കറിയില്ല, നമ്മൾ ആരെയും ഭാഗം പറയണില്ല. നമ്മൾ ആ ചോദ്യം രണ്ടാളുപാട് തയ്യാറാക്കിയ ചോദ്യത്തിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മറുപടി പറയണം. അപ്പോൾ ധാരാളം ആളുകൾക്ക് എന്ത് ചെയ്യും, ഒരു വഴികാട്ടിയാവാൻ എന്ത് ചെയ്യും കഴിയും. ഇന്നിപ്പോൾ ഒരു സഹോദരി പറയുന്നത് എന്താ വെച്ചാൽ, രാവിലെ വിളിച്ചവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ മോൾക്കൊരു വിവാഹം കഴിഞ്ഞു, പക്ഷെ മോള് ഭർത്താവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നില്ല, ആരോടും പറയാൻ വയ്യ, അവിടെ ഉപ്പ ജീവിച്ചിരിക്കണില്ല, ക്യാൻസറായി മരിച്ചാണ്, പക്ഷെ ഞാൻ ആരോട് പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനത്തെ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ പീസ് റേഡിയോൻ്റെ ഫീഡ്ബാക്കിലൂടെ അത് എഴുതി അറിയിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടും എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, നമുക്ക് ഓരോരുത്തരുടെ പ്രശ്നങ്ങളും എടുത്തു വെച്ച് അവരെ കൂടെ ഇരുന്ന് ഒരു കൗൺസിലിംഗ് നടത്താനുള്ള അവസരം നമുക്കില്ലല്ലോ, സമയവും നമുക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, നൂറുകണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അവസരമായി വരും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും അതേപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഉപകാരപ്രദമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും വിഷയത്തിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചർച്ചകൾക്ക് അവസരമൊരുക്കുകയും ചെയ്യുക. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പല ബന്ധങ്ങളിലും ശരിയാക്കി എടുക്കണമെന്ന് വിചാരിച്ച ആളുകളോട് അടുത്ത ലൈവ് ഒന്ന് കാണൂ എന്ന് പറയാൻ നമുക്ക് പറ്റിയാൽ തന്നെ ചിലപ്പോൾ കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. മാത്രമല്ല, ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണല്ലോ നമ്മൾ ആളുകൾക്കിടയിൽ യോജിപ്പുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അതിനേക്കാളും വലിയ പുണ്യകർമ്മം വേറല്ലല്ലോ. അപ്പോൾ അതിനുള്ള അവസരം നമ്മളും ഇതിൻ്റെ ശ്രോതാക്കളും നമ്മുടെ ഈ പീസ് റേഡിയോൻ്റെ സ്റ്റാഫും ഈ ലൈവിന് വേണ്ടി മെനക്കെടുന്ന നമ്മുടെ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളും എല്ലാവരും ചെയ്യണത് എന്താണ്, ഏറ്റവും ആളുകളുടെ ബന്ധങ്ങളെ ശരിയാക്കാനുള്ള ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. അത് അള്ളാഹു കബൂൽ ചെയ്യുകയും അതിന് പ്രതിഫലം നൽകുകയും ഇത് തുടർന്നു പോകാനും ഇത് പ്രയോജനപ്രദമായ ചർച്ചകളാകാനുമുള്ള ഒരു അവസരം അള്ളാഹു സൃഷ്ടിക്കട്ടെ.